ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രോജക്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. ഇത് IUAയിലെ ഇൻഡസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രോജക്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ്. അപ്പം നമുക്കിതിൻ്റെ ഡെപ്തിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ ടെക്നിക്സ് ഉണ്ടെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓവർവ്യൂ നോക്കാം. ഇത് റിലേറ്റഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന CBMന്റെ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം ബേസിക് ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ എത്ര ഡെപ്തിലേക്ക് ഇത് പോകണം, ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടോ അതിനെക്കുറിച്ച് അറിയത്തില്ല. എങ്കിലും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രോജക്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് ഏതൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ. Project management. Project management can be defined as a structural way of planning, scheduling, executing and monitoring and controlling various phases of a project. അപ്പോൾ എന്ത് തരം പ്രോജക്റ്റ് ആയാലും, ഇതിപ്പോൾ ഒരു നമ്മളെന്താ ചെയ്യുന്നത്, നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ആയാലും, ഒരു കൺസ്ട്രക്ഷൻ ആയാലും, അല്ലെങ്കിൽ ഒരു R&D പ്രോജക്റ്റ് എന്തായാലും, ആ പ്രോജക്റ്റിൻ്റെ മാനേജിങ്, അതാണല്ലോ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, അതെങ്ങനെ പ്ലാൻ ചെയ്യാം, നമുക്ക് എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ വെച്ച് നമുക്ക് അതിനെങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാ ഫേസസിനെ നമ്മളെന്താണ് ഡിഫൈൻ ചെയ്യുന്നതാണ് പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി, IT ഇൻഡസ്ട്രി, ഇവിടെ എല്ലാം ഈ ഓരോ ടൈപ്പ് പ്രോജക്റ്റ് മാനേജ്മെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ടൈംലി ആയിട്ടുള്ള പ്രോജക്റ്റ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ പ്രോജക്റ്റ് റിലീസിനും വേണ്ടിയിട്ട് ഈ പ്രോജക്റ്റ് മാനേജ്മെന്റ് യൂസ് ചെയ്യാറുണ്ട്. പണ്ട് മുതലുള്ള പല ക്ലാസിക് ടെക്നിക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്ന കുറേ ടെക്നിക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ടെക്നിക്സ് ആണ് ഞാൻ ഇതിൽ പറയുന്നത്. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ തന്നെ ഓരോ കമ്പനികളും ചില പല രീതിയിലുള്ളതായിരിക്കും യൂസ് ചെയ്യുന്നത്. അവരുടേതായ തന്നെ അവർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില പ്രോജക്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് കാണും. കോമൺ ആയിട്ട് ഉള്ള ചില പ്രോജക്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്സ് ഇൻ പ്രോജക്റ്റ് മാനേജ്മെന്റ് റേഞ്ച് ഫ്രം ട്രഡീഷണൽ ടു ഇന്നോവേറ്റീവ് വൺസ്. അപ്പോൾ അവരവരുടെ പ്രോജക്റ്റിനനുസരിച്ചിട്ട് ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് വേണോ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ വേണോ, ഇപ്പോൾ എത്ര പ്രോജക്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ റണ്ണിങ് പീരീഡ്, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലക്സ്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ടീം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല ഫാക്ടറും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു മാനേജ്മെന്റ് ടെക്നിക്ക്, പ്രോജക്റ്റ് മാനേജ്മെന്റ് ടെക്നിക്ക് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കമ്പനിയാണ്, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, ചെറിയൊരു ആപ്പ് ഡെവലപ്മെന്റ് കമ്പനിയാണെങ്കിൽ ഇത് വലിയ ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് ടെക്നിക്കൊന്നും ആവശ്യം വരില്ല. അവർക്ക് തന്നെ ഡിസൈഡ് ചെയ്ത്, അവിടെ ഓപ്പറേഷൻസ് മാനേജറിന് ഡിസൈഡ് ചെയ്ത് അവരെല്ലാം കൂടി ചേർന്നൊരു ചെറിയ മാനേജ്മെന്റ് ടെക്നിക്ക് മതി. അപ്പോൾ അതിന് ബേസിക്കായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇതെണ്ണം എടുക്കാം, അല്ലെങ്കിൽ ആ കമ്പനി അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ക്ലാസിക് ടെക്നിക്ക്. ക്ലാസിക് ടെക്നിക്ക് എന്ന് പറയുന്നത് ആദ്യം മുതലുള്ള നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഇത് ഒരു പ്ലാൻ, വരുന്ന അപ്കമിങ് വർക്കിനെ കുറിച്ചൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, എന്തൊക്കെ ടാസ്ക് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക, എന്നതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് അലോക്കേഷൻ, ടീമിനെ അലോട്ട് ചെയ്യുക, അതാണ്. പിന്നെ ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദ ടീം ആൻഡ് മോണിറ്ററിങ് ക്വാളിറ്റി ആൻഡ് ഡെഡ്ലൈൻസ്. അപ്പോൾ ഒരു ലൂപ്പ് സിസ്റ്റം തന്നെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. പ്ലാൻ ഓഫ് അപ്കമിങ് വർക്ക്, എസ്റ്റിമേറ്റിംഗ് ടാസ്ക് ടു പെർഫോം, അലോക്കേറ്റിംഗ് റിസോഴ്സസ്, പ്രൊവൈഡിങ് ആൻഡ് ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദ ടീം, പിന്നെ അതിനെ മോണിറ്റർ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്ലാസിക് ആയിട്ടുള്ള സാധാ നമ്മളൊരു പ്രോജക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ടീമിന്റെ ഒരു ടെക്നിക്ക്. നെക്സ്റ്റ് വൺ ഈസ് വാട്ടർഫോൾ ടെക്നിക്ക്. വാട്ടർഫോൾ ടെക്നിക്കാണ് ആദ്യം മുതൽ IT കമ്പനികളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വാട്ടർഫോൾ ടെക്നിക്കായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്, ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ആണ്. ഇത് ക്ലാസിക് ടെക്നിക്ക് കഴിഞ്ഞിട്ട് വന്നൊരു മെത്തേഡാണ് വാട്ടർഫോൾ ടെക്നിക്ക്. ആസ് ഇറ്റ്സ് നെയിം സജസ്റ്റ്, ദ ടെക്നിക്ക് ഈസ് based on the sequential performance of tasks. The next step starts when the previous one is accomplished. അതായത് ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ടാസ്ക് തുടങ്ങത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി പൈലിംഗ് കഴിഞ്ഞിട്ടേ ഫൗണ്ടേഷൻ ചെയ്യാറുള്ളൂ. ഫൗണ്ടേഷൻ ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, മുകളിലേക്കുള്ളത് കെട്ടാറുള്ളൂ. അപ്പം അതാണ്. അപ്പം വാള് കെട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ വാർക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു സീക്വൻഷ്യൽ പെർഫോമൻസ് ആയിരിക്കും
ആ ഒരു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യൂ. അപ്പോൾ മുമ്പ് IT ഇൻഡസ്ട്രിയിൽ ഇതൊക്കെയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടത്. ഇപ്പം അങ്ങനെ അല്ല. ഇപ്പം നമുക്ക് പലതരം ഐട്രേഷൻസ് ഉണ്ട്. ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മുമ്പ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ശേഷമായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ബഗ് ഉണ്ടെങ്കിൽ വീണ്ടും ഡെവലപ്പേഴ്സിന് വിടുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇറ്റ്സ് കൊളാബറേറ്റീവ് വർക്കാണ്. ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ബഗ് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, വീണ്ടും ഫീഡ്ബാക്ക് ക്ലയൻസിന് ബീറ്റ വെർഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ വീണ്ടും തിരിച്ച് ഡെവലപ്പേഴ്സിനെ കയ്യിൽ വയ്ക്കുകയായിരുന്നു. സോ അത് വേറൊരു ടെക്നിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാട്ടർഫാൾ ടെക്നിക്കിൻ്റെ ഒരു പിക്ചറിയൽ പ്രസൻറ്റേഷൻ ആണ്. അപ്പോൾ നോക്കിയാൽ അറിയാം, നമുക്ക് ഓരോ നോക്കിയാൽ ഫസ്റ്റ് 3 സ്റ്റേജസ് കാണിച്ചിട്ടുണ്ട്, 3 വർക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനാലിസിസിൻ്റെ ആദ്യത്തെ വർക്ക് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്തതിലേക്ക് വന്നത്. അപ്പോൾ അടുത്താണ് ഡിസൈൻ ഡാറ്റാബേസ്. അപ്പോൾ അവിടെ തുടങ്ങി ഈ ഓരോ ഇവൻ്റ് അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിയും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത ടാസ്ക് തുടങ്ങുന്നത്. അപ്പോൾ അതാണ് ഇറ്റ്സ് ലൈക്ക് എ വാട്ടർഫോൾ. ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇത് നെക്സ്റ്റ്, ഇങ്ങനെ ആ ഒരു മോഡലിനെയാണ് നമ്മൾ വാട്ടർഫോൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അജൈൽ പ്രോജക്റ്റ് മാനേജ്മെന്റ്. ഇതാണ് ഞാൻ പറഞ്ഞൊരു അജൈൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പല സ്മോൾ ഫേസസ് അല്ല സൈക്കിൾസ് പോലെ നമ്മൾ പ്രോജക്ട്സിനെ പ്രോസസ് ചെയ്യുന്നതിനാണ് നമ്മൾ അജൈൽ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വാല്യൂ സെൻറ്റേർഡ് മെത്തേഡ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെന്റ് ദാറ്റ് അലൗസ് പ്രോജക്റ്റ് ടു ഗെറ്റ് പ്രോസസ്ഡ് ഇൻ സ്മോൾ ഫേസസ് ഓർ cycles. Agile is used in software development projects that involve frequent iterations and are performed by small and highly collaborative teams. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് iterations വേണ്ടി വരും, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഓരോരോ ചെറിയ കൊളാബറേറ്റീവ് ടീംസ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മെത്തേഡാണ് അജൈൽ പ്രോജക്റ്റ് മാനേജ്മെന്റ്. ഇപ്പോഴും കുറേ IT കമ്പനീസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ് Agile project management. So it's used in software development projects that involve frequent iterations and are performed by small and highly collaborative teams. Okay, ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇതിലേക്ക് സൈക്കിൾ പ്രോസസ്സാണ്. പ്ലാൻ ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ്സ് ലൈക്ക് സൈക്ലിക് പ്രോസസ്. കോൺസ്റ്റന്റ് ഐട്രേഷൻ നടക്കുന്ന ഒരു ഫീൽഡിലായിരിക്കും, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഫീൽഡിലായിരിക്കും ഈ ഒരു അജൈൽ പ്രോജക്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. വൺ ഓഫ് ദി ഫേമസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം ഇവാലുവേഷൻ ടെക്നിക്കാണ് PERT എന്ന് പറയുന്നത്. അതായത് പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ് ഇതിനെ പറയുന്നത്. ദ പ്രോജക്റ്റ് ഈസ് സെഗ്രിഗേറ്റഡ് ഇൻ ടു ഇവന്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. ഓരോ ഇവന്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആയിട്ട് അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ഡിസ്കവറിങ് എ പ്രോപ്പർ സീക്വൻസ് ദ നെറ്റ്വർക്ക് ഈസ് ബിൽഡ്. ഇറ്റ് ഈസ് ദെൻ the time for each task is calculated and a path is regulated. ഓരോ നമ്മൾ പ്രോജക്റ്റിന് ഓരോരോ ഇവന്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. നമുക്കറിയാം, ഓരോരോ ആക്ടിവിറ്റീസ് അതിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രോപ്പർ സീക്വൻസ് നമ്മൾ അതിനെ കണ്ടുപിടിച്ചിട്ട് ഒരു നെറ്റ്വർക്ക് മോഡൽ ഉണ്ടാക്കും. അതിന് ശേഷം ഓരോ ടാസ്കിനും എത്ര ടൈം വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു കറക്റ്റ് പാത്ത് റെഗുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഒരു എക്സാമ്പിൾ, ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ ഡേറ്റ് എത്ര ദിവസത്തേക്ക് വേണം, എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്ന് തീരുന്നു, അതാണ് സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ്. എത്ര ദിവസം എടുത്തു, 1 day. അപ്പോൾ ഇത് ഫസ്റ്റ് 1 എന്ന് കൊടുത്തേക്കുന്നത്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിൽ നിന്ന് 2 സ്റ്റെപ്പുകളായിട്ട് പോകുന്നു. അസൈൻ ചെയ്യുന്ന ടാസ്ക് മൂന്നാമത്തെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഇതൊരു ഹാർഡ്വെയർ സെക്ഷനാണ്, ഇത് സിസ്റ്റം സെക്ഷനാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ടാസ്ക്. അപ്പോൾ 6-ാം തീയതി ഇവിടെ കഴിയുകയാണ്. 6-ാം തീയതിയാണ് അടുത്ത ടാസ്ക് തുടങ്ങുന്നത്. അത് എൻഡ് ചെയ്യുന്നത് 9-ാം തീയതി. അപ്പോൾ എത്ര ദിവസം, 3 ദിവസം. അപ്പോൾ അസൈൻ ടാസ്ക്കായി. ദെൻ അതിനെ ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ഹാർഡ്വെയർ മൂന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഇത് ഹാർഡ്വെയർ ആണ്. അപ്പോൾ നോക്കിയാൽ ഹാർഡ്വെയറിൻ്റെ 6-ാം തീയതി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ 20 ദിവസം എടുക്കുന്നു. 26 മാർച്ച് ാണ് അത് നടക്കുന്നത്. അപ്പോൾ 4-മത്തത് 9th ഫെബ്രുവരി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. 10 ഏപ്രിൽ. അങ്ങനെ നമ്മൾ എന്താണ്, ഓരോരോ ആക്ടിവിറ്റീസ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം, സ്റ്റാർട്ടിങ് ടൈം, എൻഡ് ടൈം, ഇതെല്ലാം നമുക്ക്
ഒരു ചാർട്ടിൽ കാണിക്കാൻ പറ്റും. ഇതാണ് PERT ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ PERT മോഡലിൽ പറയുകയാണെങ്കിൽ PERT ആൻഡ് CPM എന്ന് പറയുന്നതാണ് നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെന്റ് ടെക്നിക്കിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. PERT ആൻഡ് CPM എന്ന് പറയുന്നത് വളരെ ഒരു കോമൺ ആൻഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അപ്പോൾ PERTന്റെ ഒരു ചാർട്ട് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ PERTൽ വരുന്ന 3 ടൈം എസ്റ്റിമേറ്റ്സ് വരുന്നുണ്ട്. ഒന്ന് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് TO, അതായത് ഷോർട്ടസ്റ്റ് ടൈം ഇൻ വിച്ച് ദ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ്. ആ ടൈം നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ടൈം. രണ്ടാമത്തെ ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ലി ടൈം, TM എന്ന് പറയും, അതായത് കംപ്ലീഷൻ ടൈം ഹാവിംഗ് ദ ഹയസ്റ്റ് പ്രോബിലിറ്റി. നെക്സ്റ്റ് വരുന്നത് പെസിമിസ്റ്റിക് ടൈം, ദ ലോങ്സ്റ്റ് ടൈം ദാറ്റ് ക്യാൻ ആക്ടിവിറ്റി മേ ടേക്ക്, ഏറ്റവും ലോങ്സ്റ്റ് എടുക്കാൻ പറ്റാവുന്ന മാക്സിമം പെസിമിസ്റ്റിക് ആയിട്ടുള്ള ടൈം, TP. അപ്പോൾ ഈ 3 ടൈം എസ്റ്റിമേറ്റ് ആണ് PERT മോഡലിലുള്ളത്. ഫ്രം ദിസ് the expected time for each activity can be calculated using the following weighted average. അപ്പോൾ ഈ 3 ടൈം എസ്റ്റിമേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി എടുക്കുന്ന എക്സ്പെക്റ്റഡ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇക്വേഷനാണ് എക്സ്പെക്റ്റഡ് ടൈം TE ഈസ് ഈക്വൽ ടു TO, അതായത് ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 ഇൻറ്റു മോസ്റ്റ് ലൈക്ലി ടൈം പ്ലസ് പെസിമിസ്റ്റിക് ടൈം ഹോൾ ഡിവൈഡഡ് ബൈ 6 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ആക്ടിവിറ്റിക്ക് എടുക്കുന്ന എക്സ്പെക്റ്റഡ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് PERT മോഡലിലുള്ള ഒരു ഇക്വേഷനാണ്. PERT കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. This technique involves detecting the longest path from the beginning to the end of the project and defining the critical task. ഇത് നമ്മൾ ആക്ടിവിറ്റിയെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അതായത് സ്റ്റാർട്ടർ ഉണ്ട്, ഒരു ആക്ടിവിറ്റി 3 ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ, അതായത് സ്റ്റാർട്ടും ഒരു എൻഡ് പോയിന്റും കാണും. പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിൻ്റെ ഫൈനൽ റിസൾട്ടും. അപ്പോൾ ആ ഒരു ഫൈനൽ ഇതിലേക്ക് എത്തുമ്പോൾ, അതായത് നമുക്ക് ഫൈനൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പല ആക്ടിവിറ്റീസ് കാണും. ആ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക് ഡയഗ്രാമിൽ കാണിക്കും. ഇത് നോർമൽ ആക്ടിവിറ്റി ഉണ്ട്, ക്രിട്ടിക്കൽ പാത്ത് ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പം ആക്ടിവിറ്റി B 15 ദിവസം എടുക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം നോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നോഡുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇവൻറ്റ്സ് ആണ്, ഓരോ ഇവൻറ്റ്സുകൾ നടക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് ആക്ടിവിറ്റിയാണ്. ഇതൊരു ഇവന്റ് എന്ന് പറയുമ്പോൾ ഇവന്റ് കഴിയുകയാണ്. ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇവന്റിലേക്ക് എത്തുന്ന ഒരു പാത്താണ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ആ ഇവന്റ് പൂർത്തീകരിക്കുന്നത് ഏത് ആക്ടിവിറ്റി വഴിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മുടെ വർക്കിനെ നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ നെറ്റ്വർക്ക് ഡയഗ്രാം ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൽ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ കാണും. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ ലെങ്തിയസ്റ്റ് പാത്ത്, ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന പാത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഇവിടെ 3 പാത്ത് നമുക്ക് കാണാം. ഒന്ന് സ്ട്രെയിറ്റ് പോകുന്നത്, ഒന്ന് ഇത് ഒരു പാത്താണ്, ഇത് വേറൊരു പാത്താണ്. ആരോ നോക്കിയാൽ മനസ്സിലാവും. ഇനി നമ്മളിതിൽ ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ലെങ്തിയസ്റ്റ് റൂട്ട് ആണ് നമ്മൾ നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ മുകളിലത്തേത് 25 days പ്ലസ് 10 days 15 days പ്ലസ് 10 days, ഇതാണ് ക്രിട്ടിക്കൽ പാത്ത്. കാരണം ബാക്കിയുള്ളത് കൂട്ടി നോക്കിയാൽ ഇതിനേക്കാളും ലെസ് ആയിരിക്കും. ഏറ്റവും ലെങ്തിയസ്റ്റ് ഡേയ്സ് ഉള്ളതായിരിക്കും ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇനി PERT CPMന്റെ മെയിൻ ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. PERT എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക് യൂസ് ടു മാനേജ് അൺസർട്ടൻ ആക്ടിവിറ്റീസ് ഓഫ് എ പ്രോജക്ട്. കാരണം നമ്മൾ അവിടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടും പെസിമിസ്റ്റിക് ആയിട്ടും അൺസർട്ടനിറ്റി കൂടുതലുള്ള ഇവൻസിനാണ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ് നമ്മളവിടെ ഈ മാനേജ്മെന്റ് ടെക്നിക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ CPM എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഓഫ് project manager that manages well-defined activities of a project. well-defined ആണ്. ആക്ടിവിറ്റി എത്ര ദിവസം കൊണ്ട് തീരുന്നു, ആക്ടിവിറ്റി എവിടെ തീരുന്നു, ക്രിട്ടിക്കൽ പാത്ത്, ഇതെല്ലാം നമുക്ക് വളരെ well-defined ആണ്. So what is it? PERT എന്ന് പറയുന്നത് a technique of planning and control of time, a method to control cost and time. PERTൽ കൂടുതലും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഇവിടെ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് വഴി കോസ്റ്റും ടൈമിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു.
ദെൻ PERT എന്ന് പറയുന്നത് ഇവന്റ് ഓറിയന്റഡ് ആണ്. ഒരു ഇവന്റ് ആണ് അവർ നോക്കുന്നത്. ഇന്ന സംഭവം, അതായത് ഹാർഡ്വെയർ ഒപ്റ്റൈനിങ്, ഹാർഡ്വെയറിനെ ഒപ്റ്റൈൻ ചെയ്തു എന്നുള്ള അതാണ്. പക്ഷെ CPM ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ആ ആക്ടിവിറ്റി ചെയ്യാൻ എത്ര സമയം എടുത്തു, ആ ഇവന്റിലേക്ക് വന്നെത്താൻ വേണ്ടി ആ ആക്ടിവിറ്റി ഏത് പാത്തിലൂടെ പോയി, അല്ലെങ്കിൽ അതിന് എത്ര സമയം എടുത്തു. ഇതാണ് CPMന്റെ മെയിൻ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഇത് R&D പ്രോജക്റ്റിൽ നിന്നാണ് ഈ ഒരു മെത്തേഡ് വന്നത്. CPM എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ, അതായത് എവിടെ സ്യൂട്ടബിൾ ആണെന്നാണ്. അതായത് PERT കൂടുതലും യൂസ് ചെയ്യുന്നത് R&D പ്രോജക്റ്റിലാണ്. R&D പ്രോജക്റ്റ് നമുക്കറിയാം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അവിടെ അൺസർട്ടനിറ്റി ആക്ടിവിറ്റീസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ സ്യൂട്ടബിൾ ഫോർ R&D പ്രോജക്റ്റ്. CPM കൂടുതലും യൂസ് ചെയ്യുന്നത് നോൺ റിസർച്ച് ആയിട്ടുള്ള സിവിൽ കൺസ്ട്രക്ഷൻ, ഷിപ്പ് ബിൽഡിംഗ് അതുപോലെയുള്ള ഇതിലാണ് CPM കൂടുതൽ യൂസ് ചെയ്യുന്നത്. ദെൻ മോഡൽ പ്രോബബിലിസ്റ്റിക് മോഡലാണ്. ഞാൻ പറഞ്ഞു അവിടെ അൺസർട്ടനിറ്റി കൂടുതലുള്ളത് കൊണ്ട് PERT എന്ന് പറയുന്നത് പ്രോബബിലിസ്റ്റിക് മോഡലാണ്, പ്രോബബിലിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് അവിടുത്തെ ആ മോഡൽ വരുന്നത്. അതുപോലെ CPM ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. ദെൻ PERT ഫോക്കസസ് ഓൺ ടൈം, ബട്ട് CPM ഫോക്കസസ് ഓൺ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ്. ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് ആണ് CPM കൂടുതൽ. നെക്സ്റ്റ് എസ്റ്റിമേറ്റ്സ്. ഞാൻ പറഞ്ഞ 3 ടൈം എസ്റ്റിമേറ്റ്സ് ആണുള്ളത്. ഏതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. മോസ്റ്റ് ഒപ്റ്റിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം ആൻഡ് പെസിമിസ്റ്റിക് ടൈം. നമ്മൾ ഇക്വേഷൻ എക്സ്പെക്റ്റഡ് ടൈമിന്റെ ഇക്വേഷനും പഠിച്ചായിരുന്നു. ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 ഇൻറ്റു മോസ്റ്റ് ലൈക്ലി ടൈം പ്ലസ് പെസിമിസ്റ്റിക് ടൈം ഹോൾ ഡിവൈഡ് ബൈ 6. ഓക്കെ, മാനേജ്മെന്റ് എന്തിനെ മാനേജ് ചെയ്യുന്നു? അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസ് ആണ് PERT കൂടുതൽ മാനേജ് ചെയ്യുന്നത്. CPM ആണെങ്കിൽ പ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസ് ആണ്. നേച്ചർ ഓഫ് ജോബ്സ് എന്ന് പറയുന്നത് നോൺ റെപ്പിറ്റേറ്റീവ് നേച്ചറുള്ള ജോബ്സ് ആണ് PERT കൂടുതൽ. അത് നമുക്കറിയാം. R&D എന്ന് പറയുമ്പോൾ നോൺ റെപ്പിറ്റേഷൻ കുറവുള്ള ജോബാണ്, അല്ലെങ്കിൽ പ്രോജക്ട്സുകൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് PERT യൂസ് ചെയ്യുന്നത്. CPM കൂടുതൽ യൂസ് ചെയ്യുന്നത് റെപ്പിറ്റേറ്റീവ് നേച്ചറിലുള്ള എന്താണ് പ്രോജക്ട്സും ജോബ്സിനെയാണ് നമ്മൾ CPM മോഡൽ യൂസ് ചെയ്യുന്നത്. ദെൻ ക്രിട്ടിക്കൽ ആൻഡ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ഇവിടെ ഡിഫറൻസിയേഷൻ ഒന്നുമില്ല, പക്ഷേ നമുക്കിവിടെ ക്രിട്ടിക്കൽ ആൻഡ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതായത് ലെങ്തിയസ്റ്റ് പാത്ത് നമ്മൾ നോക്കുന്നുണ്ട്. suitable for R&D project, non-research projects like civil construction, shipbuilding ഒക്കെയാണ് CPM. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. നമുക്ക് ചോദിക്കുന്നത് ഇപ്പോൾ ഇവന്റ് ഓറിയന്റഡ് ആയിട്ട് ഇത് മുൻപ് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ഞാൻ പറയുന്നത് മറ്റ് എഞ്ചിനീയറിംഗ് സർവീസസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതുപോലെ ഇതുപോലെ ഡെപ്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാറില്ല. ഇപ്പോൾ പ്രോബ്ലംസ് അല്ലാതെ MCQ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ PERT ഇവന്റ് ഓറിയന്റഡ് ആണോ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണോ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ പ്രോബബിലിസ്റ്റിക് മോഡലാണോ ഡിറ്റർമിനിസ്റ്റിക് മോഡലാണോ എന്നുള്ളത്. റെപ്പറ്റേറ്റീവ് നേച്ചർ ആണെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ടെക്നിക്കാണ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ടൂളാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. അപ്പോൾ CPM ആണോ PERT ആണ്. റെപ്പറ്റേറ്റീവ് ആണെങ്കിൽ CPM ആണ്, നോൺ റെപ്പറ്റേറ്റീവ് ആണെങ്കിൽ PERT ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ സാധ്യതയുള്ളത് R&D പ്രോജക്ട്സ് ആണെങ്കിൽ ഏത് ടൈപ്പ് മാനേജ്മെന്റ് ടൂൾ അല്ലെങ്കിൽ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, PERT ആണോ CPM. അപ്പോൾ അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഈ ഡിഫറൻസിൽ നിന്ന് തന്നെ ചോദിക്കും. എക്സ്ട്രീം പ്രോഗ്രാമിംഗ് ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഇറ്റ്സ് ഡെവലപ്ഡ് ഫോർ എ IT കമ്പനി. IT കമ്പനിക്ക് വേണ്ടി തന്നെ ഒരു IT കമ്പനിയിൽ തന്നെ ഒരു ഓപ്പറേഷൻസ് മാനേജർ ഡെവലപ്പ് ചെയ്ത് കെന്റ് എന്ന് പറയുന്ന ഒരാൾ ഡെവലപ്പ് ചെയ്തൊരു ടെക്നിക്കാണ്. ആസ് എ ടൈപ്പ് ഓഫ് അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഇറ്റ് അഡ്വക്കേറ്റ്സ് ഫ്രീക്വന്റ് റിലീസസ് ഇൻ ഷോർട്ട് ഡെവലപ്മെന്റ് സൈക്കിൾസ് which is intended to improve productivity and introduce checkpoints at which new customer requirements can be adopted. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ഇത് ഫ്രീക്വന്റ് റിലീസസ് ഇൻ ഷോർട്ട് ഡെവലപ്മെന്റ്, അതായത് കുറച്ച് ഡെവലപ്പ് ചെയ്തതിന് ശേഷം തന്നെ ഒരു ബീറ്റ വെർഷൻ ഇറക്കുന്നു. അപ്പോൾ ബീറ്റ വെർഷൻ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലെ കുറേ ഡിഫക്ട്സുകൾ അറിയാൻ, നമുക്ക് കുറേ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അറിയാൻ പറ്റും, നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ വീണ്ടും വർക്ക് ചെയ്യും, ഡെവലപ്പ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, പിന്നെ ഉടനെ തന്നെ വീണ്ടും റിലീസ്. അപ്പോൾ ഐട്രേഷൻസ് കൂടുതൽ വരുന്ന
എന്താണ് ഒരു മാനേജ്മെന്റ് മീൻസ് ഇറ്ററേഷൻസ് വരുന്ന ഒരു ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. അത് കൂടുതലും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഫ്രീക്വന്റ് റിലീസസ് ഇൻ ഷോർട്ട്, കുറച്ചായി നമുക്ക് പറയാം ബീറ്റ ആപ്പ് വെർഷൻസ് എന്നോ അല്ലെങ്കിൽ ബീറ്റ വെബ്സൈറ്റ് വെർഷൻസ് എന്നൊക്കെ പറയാം, സോഫ്റ്റ്വെയർ വെർഷൻസ് ഇതുപോലെയുള്ള ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ്, XP എന്ന് പറയും. സോ ഇതാണ് ബേസിക്കലി ഉള്ള പ്രോജക്റ്റ് മാനേജ്മെന്റ് ടെക്നിക്ക്. ഇനിയും കുറേ ടെക്നിക്കുകളുണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കുറേ ടെക്നിക്ക് ബേസിക്കലി കൂടുതലും കോമൺ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് ഞാൻ പറഞ്ഞത്. മെയിൻ ആയിട്ടുള്ളത് ക്ലാസിക്, വാട്ടർഫാൾ ടെക്നിക്സ് ആൻഡ് അജൈൽ, ഇത് 3 പ്രീവിയസ് ആയിട്ടുള്ളത്. പിന്നെ വന്നതാണ് ഈ PERT ആൻഡ് CPM. അതിൽ നിന്നാണ് കൂടുതലും മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് PERT ആൻഡ് CPM ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ്. അപ്പോൾ ഇത് മെയിൻ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. എല്ലാ നോക്കിയാലും നമുക്ക് ഈ ഡിഫറൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറൻസുകളാണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തിന് മാനേജ് ചെയ്യുന്നു? മാനേജ് അൺസർട്ടൻ ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രോജക്റ്റ്. ഇത് വെൽ ഡിഫൈൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രോജക്റ്റ്. അതുപോലെ ഇത് ഓറിയന്റേഷൻ ഇവന്റ് ഓറിയന്റഡ് ആണ്. ഇത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ദെൻ ഇതെന്ത് മോഡലാണ്? പ്രോബബിലിസ്റ്റിക് മോഡലാണ്. ഇത് ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. PERT and CPM. PERT mainly focuses on time. This focuses on time cost trade-off. Estimate 3 time estimates. അത് ഓർമ്മിച്ച് വയ്ക്കുക. ഒപ്റ്റിമിസ്റ്റിക് ടൈം ഉണ്ട്, ദെൻ പെസിമിസ്റ്റിക് ടൈം ഉണ്ട്, മോസ്റ്റ് ലൈക്ലി ടൈം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാനുള്ള. ഇതിൽ 1 ടൈം എസ്റ്റിമേറ്റ് ആണ്. ഇത് മാനേജ്മെന്റ് അൺപ്രഡിക്റ്റബിൾ. ആദ്യം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ തന്നെ അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസ്, ഇത് പ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസ്. നേച്ചർ ഓഫ് ജോബ് എന്ന് പറയുമ്പോൾ നോൺ റെപ്പറ്റേറ്റീവ് നേച്ചറിലുള്ള ജോബുകളാണെങ്കിൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് PERT ആണ്. റെപ്പറ്റേറ്റീവ് നേച്ചർ ആണെങ്കിൽ വി വിൽ യൂസ് CPM. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? R&Dയിലാണെങ്കിൽ നമ്മൾ PERT യൂസ് ചെയ്യും, അല്ലാതെ സിവിൽ കൺസ്ട്രക്ഷൻ, ഷിപ്പ് കൺസ്ട്രക്ഷൻ ഇതെല്ലാം CPM യൂസ് ചെയ്യും. ഇതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. CPM PERT കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യും.